ഹലോ എവരി വൺ, വെൽക്കം ടു ആസ്പിറൻസ് അക്കാഡമി. കഴിഞ്ഞ വട്ടത്തെ ക്ലാസ് ഒരു 13 മിനിറ്റിൽ അറിയാണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഓഫ് ആയിപ്പോയത്. അപ്പോൾ അതിൻ്റെ ബാലൻസ് ആയിട്ട് എടുക്കുന്ന ക്ലാസ് ആട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫാരൻഹീറ്റ് സ്കെയിലിൽ ഒരു വസ്തുവിൻ്റെ താപം രേഖപ്പെടുത്തിയത് 131 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഇതിന് തത്തുല്യമായ ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിലെ താപത്തിൻ്റെ അളവ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫാരൻഹീറ്റിൻ്റെ താപനില തന്നിട്ടുണ്ട്, ഡിഗ്രി സെൽഷ്യസിലെ താപനിലയാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫാരൻഹീറ്റും നമ്മുടെ ഡിഗ്രി സെൽഷ്യസ് തമ്മിലുള്ള ഇക്വേഷൻ നോക്കുക. എന്താണ് ഫാരൻഹീറ്റും ഡിഗ്രി സെൽഷ്യസ് തമ്മിലുള്ള ഇക്വേഷൻ? C × 9/5 + 32 = ഫാരൻഹീറ്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഫാരൻഹീറ്റ് - 32 the whole × 5/9 കൊടുക്കുക. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കാം. C × 9/5 + 32 ആണ് ഫാരൻഹീറ്റ്. ഫാരൻഹീറ്റ് നമുക്കറിയാം 131 ആണ്. അതേ -32 whole × 5/9 എടുത്താൽ മതി. അപ്പോൾ എത്ര ആൻസർ വരാം? ഇത് ചെയ്ത് കഴിയുമ്പോൾ 55 ഡിഗ്രി സെൽഷ്യസ് എന്ന ആൻസർ വരും കേട്ടോ. 55 ഡിഗ്രി സെൽഷ്യസ് ആണ് ആൻസർ വരുന്നത്. ഇനി താപനിലയുടെ ഏകകത്തിനെയാണ് ഫാരൻഹീറ്റ് എന്ന് വിളിക്കുന്നത്. താപനിലയുടെ ഏകകമാണ് ഫാരൻഹീറ്റ്. താപനിലയ്ക്ക് ഫാരൻഹീറ്റ് ഏകകം നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ഡാനിയൽ ഗബ്രിയൽ ഫാരൻഹീറ്റ് ആണ്. ഈ ഏതാണ് നമ്മുടെ ഫാരൻഹീറ്റിലും സെൽഷ്യസ് സ്കെയിലും ഒരേപോലെ ടെമ്പറേച്ചർ വരുന്നത്? ഏതാണ്? ഫാരൻഹീറ്റിലും സെൽഷ്യസ് സ്കെയിലും ഒരേ ടെമ്പറേച്ചർ എപ്പോഴാണ് കാണിക്കുന്നത്? -40 ഡിഗ്രി സെൽഷ്യസിലാണ് കേട്ടോ. -40 ഡിഗ്രി സെൽഷ്യസിൽ ഫാരൻഹീറ്റിൽ കാണിക്കുന്നത് എന്തിനായിരിക്കും? -40 ഡിഗ്രി ഫാരൻഹീറ്റ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഓർത്ത് വെക്കാം. ഇനി കേവല പൂജ്യം എന്നറിയപ്പെടുന്നത് എന്താണ്? കേവല പൂജ്യം എന്നറിയപ്പെടുന്നത് 0 കെൽവിനാണ് കേട്ടോ. കേവല പൂജ്യം എന്നറിയപ്പെടുന്നത് 0 കെൽവിനാണ്. അതായത് -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. കാരണം കെൽവിൻ്റെ ഇക്വേഷൻ എന്താണ്? കെൽവിൻ = 273 പ്ലസ് ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ കെൽവിൻ്റെ ഇക്വേഷൻ. 273 പ്ലസ് ഡിഗ്രി സെൽഷ്യസ്. അപ്പം കേവല പൂജ്യം അല്ലെങ്കിൽ അബ്സല്യൂട്ട് 0 എന്ന് പറഞ്ഞാൽ 0 കെൽവിൻ ആകുമ്പോൾ ഡിഗ്രി സെൽഷ്യസിൻ്റെ വാല്യൂ എത്രയായിരിക്കും? -273.15 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണെന്നാണ് ചോദിച്ചത്. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ആരാണ്? J.J. തോംസൺ ആണ് കേട്ടോ. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് J.J. തോംസൺ. അപ്പോൾ നമ്മുടെ റുദർഫോർഡ് എന്താ കണ്ടുപിടിച്ചത്? ഏണസ്റ്റ് റുദർഫോർഡ് ആണ് പ്രോട്ടോണെ കണ്ടുപിടിച്ചത്. അല്ലെങ്കിൽ ന്യൂക്ലിയസ് പ്രോട്ടോൺ ഇതൊക്കെ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഏണസ്റ്റ് റുദർഫോർഡിനാണ് എന്ത്? സൗരയുധ മാതൃക ആരാണ് ആവിഷ്കരിച്ചെന്ന് ചോദിച്ചാൽ ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഇനി ചാഡ്വിക്ക് കണ്ടുപിടിച്ചതാണ് എന്ത്? ന്യൂട്രോൺ കണ്ടുപിടിച്ച ചാഡ്വിക്കാണ്. ഇനി യൂഗൻ ഗോൾഡ്സ്റ്റീൻ ആണ് ഒരു പോസിറ്റീവ് ചാർജ് കണ്ടുപിടിച്ചത്. പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാൽ യൂഗൻ ഗോൾഡ്സ്റ്റീൻ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 1 ഗ്രാം ആറ്റം ഓക്സിജനിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എത്ര? 1 ഗ്രാം ആറ്റം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അതായത് 1 ഗ്രാം ആറ്റം, 1 ഗ്രാം മോളിക്യൂള് ഇതിലൊക്കെ എത്രയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അതുപോലെ 2 ഗ്രാം ആറ്റത്തിൽ എത്രയുണ്ട്, അല്ലെങ്കിൽ അത് എത്ര അവോഗാഡ്രോന് തുല്യമാണോ എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ, എങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ഗ്രൂപ്പിൽ, നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. ഞാനിത് ഈ ക്ലാസ്സിൻ്റെ അടിയിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ. അത് കണ്ടിട്ടില്ലാത്തവർ അത് കയറി കാണാം. ഓക്കെ, അപ്പോൾ 1 ഗ്രാം ആറ്റം ഓക്സിജനിൽ അടങ്ങിയിട്ടുള്ള ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് 6.02 × 10⁻23 ആണ് കേട്ടോ. ഈ 6.02 × 10⁻23 ആണ് എന്ത്? അവോഗാഡ്രോ നമ്പർ എന്നറിയപ്പെടുന്നത്. അതാണ് അവോഗാഡ്രോ നമ്പർ. അപ്പോൾ 1 ഗ്രാം ആറ്റം ഓക്സിജനിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം ചോദിച്ചാൽ ഇങ്ങനെയാണ്. അപ്പോൾ 2 ഗ്രാം ആറ്റം ഓക്സിജനിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? അപ്പോൾ 2 × 6.022 × 10⁻23 ചെയ്യണം. അതുപോലെ അങ്ങനെ 1 ഗ്രാം മോളിക്യൂളിൽ എത്ര ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടെന്ന് ചോദിച്ചാലും ഇതേ ഉത്തരം 6.022 വരും. അപ്പോൾ ഇതെങ്ങനെയാണ് വന്നത്, ഇതിൻ്റെ പിന്നിലുള്ള ലോജിക്ക് എന്താണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ആ ക്ലാസ് കേൾക്കാം കേട്ടോ. അതൊരു ക്ലാസ് എടുത്തേക്കുന്നതുകൊണ്ട് ഇതിൽ ഞാൻ എക്സ്പ്ലനേഷൻ പറഞ്ഞ് ഈ ഒരു വീഡിയോൻ്റെ ലെങ്ത് ഞാൻ കൂട്ടുന്നില്ല. ഓക്കെ, ഇനി അടുത്താണ് അലൂമിനിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയിര് എന്താണ് കേട്ടോ. അലൂമിനിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയിര് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അത് എല്ലാവർക്കും അറിയുന്നത് ബോക്സൈറ്റ് ആണ്. അലൂമിനിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയിര് ബോക്സൈറ്റ് ആണ്. കെലാമിൻ എന്തിൻ്റെ അയിരാണ്? കെലാമിൻ സിങ്ക് ആണല്ലേ. കെലാമിൻ സിങ്കിൻ്റെ അയിരാണ്. ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും എന്തിൻ്റെ ആണ്? അയണിൻ്റെ ആണ് കേട്ടോ. മാഗ്നറ്റൈറ്റ് അയണിൻ്റെ അയിരാണ്. ഓക്കെ, അതുപോലെ കലാമിൻ്റെ ഇക്വേഷനോട് പഠിച്ചു വെച്ചോ. കലാമിൻ്റെ ഇക്വേഷനാണ് എന്ത്?
സിങ്ക് കാർബണേറ്റ് ആണ് കേട്ടോ. സിങ്ക് കാർബണേറ്റിനാണ് കലാമിൻ എന്നറിയപ്പെടുന്നത്. ZnCO3 ആണ്. ഇനി ബോക്സൈറ്റ് എന്താണ്? ബോക്സൈറ്റ് അത് Al2O3 Al2O3.2H2 ആണ് ബോക്സൈറ്റ് എന്നറിയപ്പെടുന്നത്. Al2O3.2H2 ആണ് ബോക്സൈറ്റ് എന്ന് പറയുക. ഇനി ഹെമറ്റൈറ്റ് ആണെങ്കിൽ അത് Fe2O3 ആണ്. ഹെമറ്റൈറ്റ് Fe2O3യും ഹെമറ്റൈറ്റ് എന്ന് പറയുന്നത് Fe2O3 ആണ്. മാഗ്നറ്റൈറ്റിന് ഒരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ. മാഗ്നറ്റൈറ്റ് അത് ഞാൻ പറയാം. ഇനി നമ്മുടെ ക്രയോലൈറ്റ് എന്തിൻ്റെ? ക്രയോലൈറ്റും അലൂമിനിയത്തിൻ്റെ അയരാണ് കേട്ടോ. ക്രയോലൈറ്റ് അതും അലൂമിനിയത്തിൻ്റെ അയരാണ്. അതിൻ്റെ ഇക്വേഷൻ Na3Al(F6) ആണ് കേട്ടോ. ക്രയോലൈറ്റും അലൂമിനിയത്തിൻ്റെ അയരാണ്. ഇക്വേഷൻ Na3Al(F6) ആണ്. ഇനി കുപ്രൈറ്റ് എന്തിൻ്റെ അയരാന്ന് നമുക്ക് അതിൽ തന്നെ ഉണ്ടല്ലേ? കോപ്പറിൻ്റെ അയരാണ് കുപ്രൈറ്റ്. അത് CuFeS2 ആണ്. കുപ്രൈറ്റ് CuFeS2. സിങ്ക് ബ്ലെൻഡ് ആണെങ്കിൽ അത് സിങ്ക് സൾഫൈഡ് ആണ് കേട്ടോ. സിങ്ക് ബ്ലെൻഡ് ആണെങ്കിൽ സിങ്ക് സൾഫൈഡ് ആണ്. ഓക്കെ ഇനി മാഗ്നറ്റൈറ്റ് പറയാം കേട്ടോ. ഓക്കെ മാഗ്നറ്റൈറ്റ് വന്നിട്ട് Fe3O4 മാഗ്നറ്റൈറ്റിൻ്റെ ഇക്വേഷനാണ് Fe3O4 ആണ് മാഗ്നറ്റൈറ്റ്. Fe3O4 ആണ്. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ, കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപക അധ്യക്ഷൻ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന് ആൻസർ എന്താണ്? കേരള കലാമണ്ഡലത്തിലെ സ്ഥാപക അധ്യക്ഷൻ ആരാണ്? അത് വള്ളത്തോളാണല്ലേ സ്ഥാപിച്ചതും അതുപോലെ തന്നെ അധ്യക്ഷനായത്. ഫസ്റ്റ് അധ്യക്ഷൻ എന്നൊക്കെ പറയുന്ന ആരാണ്? അത് വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരള കലാമണ്ഡലത്തിലെ സ്ഥാപകർ ആരൊക്കെയാണ്? കേരള കലാമണ്ഡലം ഒന്ന് നമ്മുടെ വള്ളത്തോളുണ്ട്. അവരുടെ കൂട്ടത്തിൽ ആരുണ്ട്? മണംകുളം മുകുന്ദരാജ ഉണ്ട് കേട്ടോ. ഏത് വർഷം കേരള കലാമണ്ഡലം വന്നേ? 1930 ഫോം ചെയ്തതാണ്. വള്ളത്തോളും അതുപോലെ മണക്കുളം മുകുന്ദരാജയും കൂടെ ചേർന്നിട്ടാണ്. 1957 കേരള കലാമണ്ഡലത്തിന് ഭരണം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് ഗ്രാൻഡ് ഇൻ ഗ്രേഡ് സ്ഥാപനമാക്കി. അതുപോലെ 2007 ഡീംഡ് യൂണിവേഴ്സിറ്റിയായി. ഇനി കേരള കലാമണ്ഡലത്തിലെ അതിൻ്റെ കേരള കലാമണ്ഡലത്തിൻ്റെ ആദ്യത്തെ വൈസ് ചാൻസലർ ചോദിച്ചാൽ അത് KG പൗലോസ് ആണ് കേട്ടോ. KG പൗലോസ് ആണ്. ഇപ്പോഴത്തെ ചാൻസലർ മൃണാലിനി സാരാഭായ് മൃണാലിനി അല്ല മല്ലിക അല്ലേ? മല്ലികയാണോ മൃണാലിനിയാണോ നോക്കിയിട്ട് അറിയാട്ടെ. ഇനി നമ്മുടെ കേരള കലാമണ്ഡലത്തിൻ്റെ ആരാണ്? പ്രൊഫസർ B അനന്തകൃഷ്ണൻ അല്ലേ? പ്രൊഫസർ B അനന്തകൃഷ്ണൻ എന്ന് പറയുന്നത് ആരാണ്? കേരള കലാമണ്ഡലത്തിൻ്റെ ആരായിട്ട് വരും? പ്രൊഫസർ B അനന്തകൃഷ്ണൻ. നോക്കട്ടെ. ഓക്കെ കേരള കലാമണ്ഡലം ചാൻസലർ എന്ന് പറയുന്നത് നമ്മുടെ ആരാണ്? അയ്യോ കാണുന്നില്ലല്ലോ. ആദ്യത്തെ വൈസ് ചാൻസലർ നോക്കിക്കോ KG പൗലോസ് കേട്ടോ. ആദ്യത്തെ വൈസ് ചാൻസലറാണ് KG പൗലോസ്. ഇനി കേരള കലാമണ്ഡലത്തിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചാൻസലറാണ് പ്രൊഫസർ B അനന്തകൃഷ്ണൻ. ഇപ്പോഴത്തെ വൈസ് ചാൻസലറും. ഇനി ചാൻസലർ മല്ലിക സാരാഭായ് ആണ് കേട്ടോ. അതാണ് മൃണാലിനി പറഞ്ഞപ്പോൾ എന്തൊരു ഡൗട്ട് തോന്നി. മല്ലിക സാരാഭായ്. അപ്പോൾ ഇപ്പോഴത്തെ ചാൻസലർ മല്ലിക സാരാഭായ് ആണ്. ഇപ്പോഴത്തെ വൈസ് ചാൻസലർ പ്രൊഫസർ B അനന്തകൃഷ്ണനാണ്. ആദ്യത്തേത് KG പൗലോസ് ആയിരുന്നു. ഇനി ആദ്യത്തെ സ്ഥാപക അധ്യക്ഷൻ അറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനായിരുന്നു. ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മികച്ച കായിക പരിശീലകന് ഭാരത സർക്കാർ നൽകുന്ന പാരിതോഷികം താഴെ പറയുന്നവയിൽ ഏതാണെന്ന്? മികച്ച കായിക പരിശീലകന് കൊടുക്കുന്നത് ഏതാണ്? ധ്യാൻചന്ദ്, ഏകലവ്യ, അർജുന, ദ്രോണാചാര്യ. അത് ഏതാണ്? ദ്രോണാചാര്യ അവാർഡാണ് കായിക പരിശീലകന് കൊടുക്കുന്നത്. ഈ ദ്രോണാചാര്യ അവാർഡ് ഏത് വർഷമാണ് സെറ്റപ്പ് ചെയ്തത്? ദ്രോണാചാര്യ അവാർഡ് വന്ന വർഷം എന്നാണ്? 1985 കേട്ടോ. ദ്രോണാചാര്യ അവാർഡ് വന്ന വർഷം 1985 ആണ്. ദ്രോണാചാര്യ അവാർഡിൻ്റെ സമ്മാനത്തുക ചോദിച്ചാൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റിന് 15 ലക്ഷമാണ്. ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് 15 ലക്ഷവും റെഗുലർ വിഭാഗത്തിലാണെങ്കിൽ 10 ലക്ഷമാണ്. റെഗുലർ വിഭാഗം 10 ലക്ഷമാണ്. ഇനി ദ്രോണാചാര്യ അവാർഡ് ആദ്യമായി നേടിയ വ്യക്തിയാണ് ആര്? OM നമ്പ്യാർ കേട്ടോ. OM നമ്പ്യാറാണ് ദ്രോണാചാര്യ അവാർഡ് ആദ്യമായി നേടിയ മലയാളി എന്നറിയപ്പെടുന്ന OM നമ്പ്യാരാണ്. 1985 ഈ OM നമ്പ്യാറിന് കിട്ടിയത്. ഫസ്റ്റ് ദ്രോണാചാര്യ അവാർഡ് ഫസ്റ്റ് കിട്ടിയ ആളും ഫസ്റ്റ് മലയാളിയൊക്കെ ചോദിച്ചാൽ OM നമ്പ്യാരാണ്. ഇനി ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച ആദ്യ വിദേശ പരിശീലകനാണ് ആര്? BI ഫെർണാണ്ടസ്. വിദേശ പരിശീലകൻ ചോദിച്ചാൽ BI ഫെർണാണ്ടസ് ആണ്. ബോക്സിംഗ് കോച്ചായിരുന്നു. 2012 കിട്ടിയത്. ബോക്സിംഗ് കോച്ചായിരുന്നു. ദ്രോണാചാര്യ അവാർഡ് 1985 കിട്ടിയ ഒരാൾ നമ്മൾ പഠിച്ചു, OM നമ്പ്യാരാണ്. ഇനി OM നമ്പ്യാറിൻ്റെ ഇനം ചോദിച്ചാൽ അത്ലറ്റിക്സ് ആണ് കേട്ടോ. OM നമ്പ്യാർ അത്ലറ്റിക്സ് ആണ്. OM നമ്പ്യാറിന് പുറമെ നമ്മുടെ ഓം പ്രകാശ് ഭരദ്വാജ്, ബോക്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഓം പ്രകാശ് ഭരദ്വാജ്, ബാലചന്ദ്ര ഭാസ്കർ ഭഗവത്, ഗുസ്തിയുമായിട്ട് ബന്ധപ്പെട്ട ബാലചന്ദ്ര ഭാസ്കർ ഭഗവത്, ഇവർക്ക് 3 പേർക്കുമാണ് ദ്രോണാചാര്യ 1985 കിട്ടിയത്. ഇനി നമ്മുടെ PT ഉഷയുടെ കോച്ചാണ് കേട്ടോ ഈ OM നമ്പ്യാർ എന്ന് പറയുന്നത്. ദ്രോണാചാര്യ അവാർഡ് നേടുന്ന ആദ്യ മലയാളി ചോദിച്ചാലും OM നമ്പ്യാറാണ്.
പിന്നെ ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ വനിത ചോദിച്ചാൽ റീനു കോഹ്ലിയാണ്. 2002 ആദ്യത്തെ വനിതയ്ക്ക് കിട്ടിയത് റീനു കോഹ്ലിയാണ്. ദ്രോണാചാര്യ അവാർഡ് ആജീവനാന്ത വിഭാഗം ആദ്യമായി ലഭിച്ചവർ 2011 മുതലാണ് ആജീവനാന്തം കൊടുക്കാൻ തുടങ്ങിയത്. അതിൽ കിട്ടിയത് കുന്തൽ കുമാർ റോയ് അത്ലറ്റിക്സ് വിഭാഗം, രജിന്ദർ സിംഗ് ജൂനിയർ ഹോക്കി വിഭാഗം, ഇവർക്കാണ് കിട്ടിയത്. ഓക്കെ, ഇനി നോക്കേണ്ടത് നമ്മുടെ ദ്രോണാചാര്യ അവാർഡ് 2024 കിട്ടിയ മലയാളിയാണ് ആര്? ഇ ഭാസ്കർ കേട്ടോ. ലൈഫ് ടൈം കാറ്റഗറിയിലാണ് ദ്രോണാചാര്യ അവാർഡ് 2024 ഇവർ പ്രഖ്യാപിച്ചിട്ടില്ല. 2023 നമ്മുടെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ആ കാറ്റഗറിയിൽ കിട്ടുന്ന ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് കാറ്റഗറിയിൽ കിട്ടുന്ന മലയാളിയാണ് ആര്? ഇ ഭാസ്കർ കേട്ടോ. ഇ ഭാസ്കറാണ്. ഇ ഭാസ്കർ എന്ത് ഇനവുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് വെച്ചാൽ കബഡിയാണ്. കബഡി ഇനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ഒരു ദേശത്തിൻ്റെ കഥ എന്ന ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹമായ കൃതിയുടെ രചയിതാവ് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഒരു ദേശത്തിൻ്റെ കഥ ഇതാരുടെയാണ്? എല്ലാവർക്കും അറിയാം അല്ലേ? എസ്.കെ. പൊറ്റക്കാട്. എസ്.കെ. പൊറ്റക്കാടിൻ്റെയാണ് ഒരു ദേശത്തിൻ്റെ കഥ എന്ന് പറയുന്നത്. എസ്.കെ. പൊറ്റക്കാടാണ്. ജ്ഞാനപീഠ അവാർഡ് നേടിയ ആദ്യ മലയാളി അപ്പോൾ ആരാണ്? ആദ്യ മലയാളി അതാണ് നമ്മുടെ ജി ശങ്കരക്കുറുപ്പ്. ജ്ഞാനപീഠ അവാർഡ് നേടിയ ആദ്യ മലയാള നോവലിസ്റ്റ്, ആദ്യ മലയാളി ജി ശങ്കരക്കുറുപ്പ് തന്നെയാണ്. ഇനി ആദ്യ മലയാള നോവലിസ്റ്റ് ചോദിച്ചാൽ അതാണ് ആര്? നമ്മുടെ എസ്.കെ. പൊറ്റക്കാടാണ്. ഏത് വർഷമാണ് എസ്.കെ. പൊറ്റക്കാടിന് ജ്ഞാനപീഠം കിട്ടിയത്? ഏത് വർഷമാണ്? 1980 കേട്ടോ. എസ്.കെ. പൊറ്റക്കാടിന് ജ്ഞാനപീഠം കിട്ടിയത് 1980. ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാള സാഹിത്യകാരൻ ചോദിച്ചാലും അത് എസ്.കെ. പൊറ്റക്കാടാണ്. 1962 ലോകസഭയിലേക്ക് എസ്.കെ. പൊറ്റക്കാട് പോയത്. മണ്ഡലം തലശ്ശേരിയിലായിരുന്നു മണ്ഡലം. ഇനി അരുണൻ എന്ന തൂലികാനാമത്തിൽ ഹാസ്യ വിമർശക ലേഖനങ്ങൾ എഴുതിയ സാഹിത്യകാരനാണ് എസ്.കെ. പൊറ്റക്കാട്. അപ്പോൾ ഏത് തൂലികാനാമത്തിലാണ്? അരുണൻ എന്ന തൂലികാനാമത്തിലാണ് ഹാസ്യ വിമർശക ലേഖനങ്ങൾ എഴുതിയിരുന്നത്. സഞ്ചാര സാഹിത്യത്തിലെ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാഹിത്യകാരനും എസ്.കെ. പൊറ്റക്കാട്. ഏറ്റവും കൂടുതൽ സഞ്ചാര സാഹിത്യങ്ങൾ എഴുതിയ മലയാളിയായിരുന്നു. മലയാളത്തിലെ ജോൺ കന്തർ എന്നറിയപ്പെടുന്നതും എസ്.കെ. പൊറ്റക്കാടാണ്. എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥയുടെ ഇംഗ്ലീഷ് പരിഭാഷയായ ടെയിൽസ് ഓഫ് അതിരാണിപ്പാടം രചിച്ചത് ശ്രീദേവി കെ നായരും രാധിക പി മേനോനുമാണ് കേട്ടോ. ശ്രീദേവി കെ നായരും രാധിക പി മേനോനും കൂടാണ് അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ എഴുതിയത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ പൈതൃക കലാരൂപം അല്ലാത്തത് താഴെ പറയുന്നവയിൽ നിന്ന് കണ്ടെത്തുക. കൂടിയാട്ടം, തെയ്യം, മോഹിനിയാട്ടം, ഭരതനാട്യം. ഏതാണ്? ഭരതനാട്യമാണല്ലേ. ഭരതനാട്യം ഇവിടുത്തെയാണ് നമ്മുടെ തമിഴ്നാട്ടിൻ്റെയാണ് ഭരതനാട്യം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം എന്നറിയപ്പെടുന്ന ഏതാണ്? ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം അത് ഭരതനാട്യമാണ്. ഇനി ചലനകാവ്യം, പോയട്രി ഇൻ മോഷൻ, ചലനകാവ്യം എന്നറിയപ്പെടുന്ന ഏതാണ്? അതാണ് ഭരതനാട്യം. ചലനകാവ്യമാണെങ്കിൽ ഭരതനാട്യമാണ്. മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപം എന്ന് കൂടിയാട്ടത്തെ വിശേഷിപ്പിച്ചതാണ് ആര്? യുനെസ്കോ കേട്ടോ. കൂടിയാട്ടമാണല്ലോ ആദ്യമായിട്ട് നമ്മുടെ യുനെസ്കോൻ്റെ പൈതൃക പട്ടികയിൽ ചെല്ലുന്നത് 2001. അപ്പോൾ അതിനെ മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപം എന്ന് വിശേഷിപ്പിച്ച യുനെസ്കോ ആണ്. അഭിനയത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്ന ഏതാണ്? അഭിനയത്തിൻ്റെ അമ്മ, കലകളുടെ മുത്തശ്ശി എന്നൊക്കെ അറിയപ്പെടുന്ന കൂടിയാട്ടമാണ്. കേരളത്തിന് തനത് ലാസ്യ നൃത്തരൂപമാണ് ഏത്? മോഹിനിയാട്ടം. മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് കലാമണ്ഡലം കല്യാണി കുട്ടിയമ്മയാണ്. ഇനി കേരളത്തിൻ്റെ ദ്രാവിഡ ഗ്രാമീണ അനുഷ്ഠാന കലയാണ് തെയ്യം. കേരളത്തിൽ തെയ്യം മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിൽ തെയ്യം മ്യൂസിയം അത് കണ്ണൂറാണ് കേട്ടോ. തെയ്യം മ്യൂസിയം വരുന്നത് കണ്ണൂരിലാണ്. ഇനി ലെറ്റ് എന്ന പദം താഴെ പറയുന്നവയിൽ ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലെറ്റ് എന്ന പദം താഴെ പറയുന്നവയിൽ ഏത് കായിക വിനോദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ടെന്നീസാണ് കേട്ടോ. ലെറ്റ് എന്ന പദം ഏതോടെ ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കായിക വിനോദങ്ങളും അതിൻ്റെ കുറച്ച് പേരുകളും നോക്കാം. നമ്മുടെ ചൈനാമാൻ ഫേമസ് അല്ലേ? ചൈനാമാൻ ഏത് കായിക വിനോദവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ചൈനാമാൻ എന്ന പദം അതെല്ലാവർക്കും അറിയാം അല്ലേ? ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട പദമാണ് ചൈനാമാൻ. അപ്പോൾ ഗള്ളി ആണെങ്കിലും ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. ഗള്ളി എന്ന് പറയുന്നത് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ഡക്കൊക്കെ അറിയാലോ. ഡക്ക് എന്ന് പറയുന്നതും ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൽ നൈറ്റ് വാച്ച്മാൻ എന്ത് തന്നെയാണ്? ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട പദമാണ്. നൈറ്റ് വാച്ച്മാൻ എന്ന് പറയുന്നത് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട പദമാണ്. പെനാൽറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? പെനാൽറ്റി ആണെങ്കിൽ ഫുട്ബോളാണ് കേട്ടോ. പെനാൽറ്റി ഫുട്ബോളാണ്. ക്യാഡി ആണെങ്കിലോ? ക്യാഡി എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? അത് ഗോൾഫാണ് കേട്ടോ. ക്യാഡി എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഗോൾഫുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം നമ്മുടെ ആൽബട്രോസ്,
ഈഗിള് ഇതൊക്കെ ആണെങ്കിലോ, ആൽബട്രോസ്, ഈഗിൾ, ആ പക്ഷികളുടെ പേരൊക്കെ ഉള്ളത് അതും ഗോൾഫാണ് കേട്ടോ. അപ്പോൾ കാഡി ഉണ്ട്, ആൽബട്രോസ് ഉണ്ട്, ഈഗിൾ ഉണ്ട്, ഇതൊക്കെ ഗോൾഫാണ്. സർവീസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? സർവീസ് നമ്മൾ പറയാറുണ്ടല്ലോ, ഞാൻ സർവീസ് ചെയ്യാന്നൊക്കെ പറയാറില്ല. ബാഡ്മിൻ്റൺ ആണ് സർവീസ്, ബാഡ്മിൻ്റനുമായിട്ട് ബന്ധപ്പെട്ടാണ്. യോർക്കർ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? യോർക്കർ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? യോർക്കർ അത് ക്രിക്കറ്റാണ് കേട്ടോ. യോർക്കർ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബീമർ, യോർക്കർ അതൊക്കെ ക്രിക്കറ്റാണ്. ബീമർ, യോർക്കർ ക്രിക്കറ്റോട് ബന്ധപ്പെട്ടതാണ്. ഇനിയും ടച്ച് മൂവ്, പോണ് ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ട? പോൺ കണ്ടറിയാലോ. പോൺ എന്താണ്? ചെസ്സുമായിട്ട് ബന്ധപ്പെട്ട. അതുപോലെ ടച്ച് മൂവ്, ബിഷപ്പ്, യെല്ലോ റേറ്റിംഗ് അതൊക്കെ അറിയാലോ. യെല്ലോ റേറ്റിംഗ്, ഗ്രാൻഡ് മാസ്റ്റർ, ചെക്ക് മേറ്റ്, സ്റ്റേൽ മേറ്റ്, കിങ്, ക്യൂന്, റൂക്ക്, ബിഷപ്പ്, ക്യാപ്ചർ, കാസ്ലിംഗ്, ടച്ച് മൂവ്, പോണ്, കാസിൽ ഇതൊക്കെ ചെസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ. പിന്നെ സ്മാഷ് ആണെങ്കിലോ, സ്മാഷ് അതും ബാഡ്മിൻ്റനുമായിട്ട്, ടെന്നീസും ബാഡ്മിൻ്റനായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് സ്മാഷ് എന്നറിയപ്പെടുന്നത്. ലെറ്റ് നോക്കിക്കോ, ലെറ്റും ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി മാലറ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? മാലറ്റ് പോളോ ആണ് കേട്ടോ. മാലറ്റ് പോളോ ആയിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ ഡയമണ്ട് ആണെങ്കിലോ, ഡയമണ്ട് ബേസ് ബോളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബന്ധപ്പെട്ടാണ്. ഓക്കെ, മതി. കബഡിയായിട്ട് ബന്ധപ്പെട്ടവർ നോക്കി, റൈഡർ കേട്ടോ. റൈഡർ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? കബഡി. റൈഡർ എന്തുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചാൽ അത് കബഡിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് റൈഡർ. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, വയലാർ രാമവർമ്മ ട്രസ്റ്റിൻ്റെ 45ാമത് വയലാർ സാഹിത്യ പുരസ്കാരം കിട്ടിയത് ആർക്കാണെന്ന്? വയലാർ രാമവർമ്മ ട്രസ്റ്റിൻ്റെ 45ാമത് വയലാർ പുരസ്കാരം, അതായത് 2021 വയലാർ പുരസ്കാരം. അത് പഠിച്ചിട്ട് പോവുക കേട്ടോ. 2024 എക്സാം എഴുതാൻ പോവുകയാണെങ്കിലും 2021 വയലാർ പുരസ്കാരമൊക്കെ പഠിക്കുന്നത് നല്ലതാണ്. അതാർക്കാണ് കിട്ടിയത്? സോ വയലാർ അവാർഡ് 2021 കിട്ടിയത് ബെന്യാമിനാണ് കേട്ടോ. ബെന്യാമിന് ഏത് കൃതിക്കാണ് വയലാർ അവാർഡ് 2021 കിട്ടിയത്? ബെന്യാമിൻ്റെ അത് മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾക്കാണ് 2021 കിട്ടിയത്. 2022 എസ് ഹരീഷിനാണ് മീശയ്ക്ക് കിട്ടി. ഇനി ലേറ്റസ്റ്റ് ആയിട്ട് 2023 47ാമത് അല്ലേ. അപ്പോൾ 47ാമത് വയലാർ അവാർഡ് കിട്ടിയത് ആർക്കാന്ന് ചോദിച്ചാൽ നമ്മുടെ ശ്രീകുമാരൻ തമ്പിക്കാണ്. ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടർ ഓഫ് ആക്കിയാൽ ഉള്ളടക്കം നഷ്ടപ്പെടുന്ന ഒരു അസ്ഥിര മെമ്മറിയാണ് കമ്പ്യൂട്ടർ ഓഫ് ആക്കിയാൽ ഉള്ളടക്കം നഷ്ടപ്പെടുന്ന ഒരു അസ്ഥിര മെമ്മറി ഏതാണ്? ഹാർഡ് ഡിസ്ക്, റാം, ഫ്ലാഷ് മെമ്മറി, റോം. ഏതാണത്? അത് റാമാണ് കേട്ടോ. കമ്പ്യൂട്ടർ ഓഫ് ആക്കിയാൽ നഷ്ടപ്പെടുന്ന റാമാണ്. റാമിനാണ് നമ്മൾ വോളറ്റൈൽ മെമ്മറി എന്നറിയപ്പെടുന്നത്. റോമാണ് നോൺ വോളറ്റൈൽ മെമ്മറി. അതുപോലെ ബൂട്ടിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത് റോമാണ്. നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് റാമിലാണ്. അതുകൊണ്ട് നോക്കുക, അതൊക്കെ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? റാമിലാണ്. റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി എന്നറിയപ്പെടുന്ന ഏതാണ്? റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി അത് റാമാണ് കേട്ടോ. കാരണം നമുക്ക് അതിൽ എഴുതാനും പറ്റും, അതിലുള്ള കാര്യങ്ങൾ വീണ്ടെടുക്കാനും പറ്റും. അതുകൊണ്ടാണ് അതിനെ റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി എന്നറിയപ്പെടുന്നത്. ഇനി വളരെയധികം വിവരങ്ങൾ ശേഖരിച്ച് വെക്കുന്ന ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഉപകരണമാണ് ഹാർഡ് ഡിസ്ക്. വളരെയധികം മെമ്മറി സ്റ്റോർ ചെയ്യുന്നതാണ് ഹാർഡ് ഡിസ്കിൽ. പിന്നെ സെക്കൻഡറി മെമ്മറിയാണ്. ഇനി ഒരു സോഫ്റ്റ്വെയർ കമ്പനി, അടുത്ത ക്വസ്റ്റ്യനാണ്. ഒരു സോഫ്റ്റ്വെയർ കമ്പനി നിർമ്മിച്ച സോഫ്റ്റ്വെയർ കമ്പനിയിലെ ഒരു ജീവനക്കാരൻ കമ്പനി അറിയാതെ കോപ്പി ചെയ്ത് മറ്റുള്ളവർക്ക് വിൽക്കുന്നു. ഒരു സോഫ്റ്റ്വെയർ കമ്പനി നിർമ്മിച്ച സോഫ്റ്റ്വെയർ കമ്പനി അറിയാതെ വിൽക്കുന്നു. ഇത് ഏതുതരം സൈബർ കുറ്റകൃത്യത്തിൽ വരുന്നു? സ്വകാര്യ ലംഘനം, ആളുമാറാട്ടം, വഞ്ചനയും, ഭൗതിക സ്വത്തുമോഷണം, സ്വകാര്യ വിവരത്തിൻ്റെ സ്വത്തുമോഷണം. ഏതിൽ വരുന്നു? ഭൗതിക സ്വത്തുമോഷണമാണ്. കാരണം അവർ കമ്പനി സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതെടുത്ത് വിൽക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ ഭൗതിക സ്വത്തുമോഷണത്തിൻ്റെ അണ്ടറിലാണ് വരുന്നത് കേട്ടോ. ഭൗതിക സ്വത്തുമോഷണത്തിൻ്റെ അണ്ടറിലാണ്. ഒരു കമ്പ്യൂട്ടറിലോ നെറ്റ്വർക്കിലോ സുരക്ഷ ഭേദിച്ച് അതിലെ വിവരങ്ങൾ കണ്ടുപിടിക്കുന്ന പ്രക്രിയനെ വിളിക്കുന്നത് എന്താണെന്ന്? ഒരു കമ്പ്യൂട്ടറിലോ നെറ്റ്വർക്കിലോ സുരക്ഷ ഭേദിച്ച് അതിലെ വിവരങ്ങൾ കണ്ടുപിടിക്കുന്നതാണ് എന്ത്? ഹാക്കിംഗ്. വ്യാജ ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ച് വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് വിവരങ്ങൾ ചോർത്തുന്ന പ്രവൃത്തിയാണ് ഇമെയിൽ സ്പൂഫിംഗ്. അനധികൃതമായി സോഫ്റ്റ്വെയറുകൾ കോപ്പി ചെയ്യുന്ന പ്രവൃത്തിയാണ് സോഫ്റ്റ്വെയർ പൈറസി. അതീവ സുരക്ഷ വ്യക്തിഗത വിവരങ്ങളായ പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ എന്നിവ വ്യാജമാർഗത്തിലൂടെ ചോർത്തിയെടുക്കുന്ന പ്രവൃത്തിയാണ് ഏത്? ഫിഷിംഗ് ആണ്. ഓക്കെ. ഇനി ഇൻ്റർനെറ്റിലൂടെ ഇൻ്റർനെറ്റിലൂടെയുള്ള ഇമെയിൽ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ്റർനെറ്റിലൂടെയുള്ള ഇമെയിൽ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ ആണ് ഇത് SMPT. അതിൽ തന്നെ ഉണ്ടല്ലോ, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ SMPT ആണ് അതിന് ഉപയോഗിക്കുന്നത്.
ഇനി ഇമെയിലിൻ്റെ പിതാവ് ആരാണ്? ഇമെയിലിൻ്റെ പിതാവ് ആരാണ്? റേ ടോംലിൻസൺ കേട്ടോ. റേ ടോംലിൻസൺ ആണ് ഇമെയിലിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. ഗൂഗിളിൻ്റെ ഇമെയിൽ അറിയപ്പെടുന്നതാണ് ജിമെയിൽ കേട്ടോ. ഗൂഗിളിൻ്റെ ഇമെയിലാണ് ജിമെയിൽ എന്ന് അറിയപ്പെടുന്നത്. ഇനി FTPൻ്റെ ഫുൾ ഫോം എന്താണ്? FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ് FTP. അപ്പോൾ ITC ആണെങ്കിലോ ITC ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോളാണ് ITC എന്നറിയപ്പെടുന്നത്. അതുപോലെ ഗൂഗിൾ വന്നതിൻ്റെ എത്രാമത്തെ വാർഷികമാണ് നമ്മൾ 2024 ആഘോഷിച്ചത്? എത്രാമത്തെ വാർഷികമാണ്? 25-ാം വാർഷികം കേട്ടോ. ഗൂഗിൾ വന്നിട്ട് 25 വർഷമായിട്ടുണ്ട്. അതായത് 1999 ഗൂഗിൾ വന്നത്. 25 വർഷമായിട്ടുണ്ട്. അതുപോലെ ജിമെയിൽ വന്നിട്ട് എത്ര വർഷമായി? 20 വർഷം കേട്ടോ. ജിമെയിൽ വന്നിട്ട് 20 വർഷമായി. അതായത് ഈ ജിമെയിൽ വന്നത് 2004-ലും ഗൂഗിൾ വന്നത് 1999-ലുമാണ്. ഓക്കെ. അടുത്ത ദിവസമാണ് ഇസ്രയേൽ സൈബർ ആയുധ കമ്പനിയായ NSO ഗ്രൂപ്പ് വികസിപ്പിച്ച ഫോൺ ചോർത്തൽ ചാരവൃത്തി സോഫ്റ്റ്വെയർ ആണ് ഡാഷ് എന്ന്. ഇസ്രയേൽ സൈബർ ആയുധ കമ്പനിയായ NSO ഗ്രൂപ്പ് വികസിപ്പിച്ച ഫോൺ ഇത് ചോർത്തുന്നതിന് എന്താ വിളിക്കുന്നത്? പെഗാസസ്. ആ ടൈമിൽ ഭയങ്കര ഫേമസ് ആയിരുന്നല്ലേ ഇത് പെഗാസസ് കേട്ടോ. പെഗാസസ് ഇപ്പോൾ ആരാണ് വികസിപ്പിച്ചത്? ഇസ്രയേൽ കമ്പനിയായ NSO ഗ്രൂപ്പ് വികസിപ്പിച്ച ഒരു സ്പൈവെയറാണ് ഈ പെഗാസസ്. തുടക്കത്തിൽ ഹാനികരമല്ലാത്ത പ്രോഗ്രാമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും പിന്നീട് കമ്പ്യൂട്ടറിൻ്റെ സുരക്ഷയെ ബാധിക്കുകയും നശിപ്പിക്കുകയോ ചെയ്യുന്ന കമ്പ്യൂട്ടർ മാൽവെയറിനെയാണ് നമ്മൾ പെഗാസസ് എന്ന് വിളിക്കുന്നത്. ട്രോജൻ എന്ന് വിളിക്കുന്നത്. പെഗാസസ് അല്ലാതെ ട്രോജൻ ആണ് കേട്ടോ. ഇപ്പോൾ ഞാൻ വായിച്ചതിൻ്റെ ഉത്തരം ട്രോജനാണ്. ട്രോജൻ. നമ്മൾ 2022 സെപ്റ്റംബറിൽ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം CERT-IN റിപ്പോർട്ട് ചെയ്ത ബാങ്കിങ് ട്രോജൻ വൈറസ് ഏതാണ്? ബാങ്കിങ് ട്രോജൻ വൈറസ് ആണ് ഏത്? സോവ കേട്ടോ. SOVA സോവ എന്ന് പറയുന്നതാണ് ബാങ്കിങ് ട്രോജൻ വൈറസ്. ഓക്കെ. അടുത്ത ദിവസം കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ ആയത് പോക്സോ നിയമപ്രകാരം പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിക്കേണ്ട പരമാവധി സമയം എത്രയാണെന്ന്? അത് എത്രയാണ്? കൃത്യം നടന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമുള്ള 24 മണിക്കൂർ കേട്ടോ. കൃത്യം നടന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം 24 മണിക്കൂറിനകമാണ് അറിയിക്കേണ്ടത്. അപ്പോൾ ഇത് പഠിച്ചേക്കുക. കുട്ടികൾക്കെതിരെയുള്ള പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അത് ആരെ അറിയിക്കണം? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരെ. ആരെ അറിയിക്കണം? ചൈൽഡ് വെൽഫെയർ കമ്മിറ്റീനെ നമ്മുടെ പോലീസ് അറിയിക്കണം. അത് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം 24 മണിക്കൂറിനുള്ളിൽ അറിയിക്കണം. ഇനി ഈ പോക്സോ നിയമം നിലവിൽ വന്ന വർഷം എന്നാണ്? നിലവിൽ വന്നത് 2012 നവംബർ 14. പ്രസിഡന്റ് ഒപ്പിട്ടത് 2012 അല്ല ഞാൻ പറഞ്ഞത് 2012 നവംബർ 14. പ്രസിഡന്റ് ഒപ്പിട്ടത് 2012 നമ്മുടെ ജനുവരി 19 ജൂൺ 19 കേട്ടോ. 2012 ജൂൺ 19 പ്രസിഡന്റ് ഒപ്പിട്ടത്. ഓക്കെ. പിന്നെ പോക്സോ നിയമം ഭേദഗതി ചെയ്ത വർഷം എന്നാണ്? ഭേദഗതി 2019 ഭേദഗതിയും ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആരാണെന്ന്? കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആണ് ആര്? സുഗതകുമാരി കേട്ടോ. വനിതാ കമ്മീഷനെ പറ്റി ഇതിന് മുന്നേ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് ഡിസ്കഷൻ പോയിട്ടുണ്ട്. ഇതിൽ KR ഗൗരിയമ്മ എന്ന വനിതാ കമ്മീഷൻ ആയിട്ടില്ല കേട്ടോ. ജയന്തി പട്നായിക് ആണെങ്കിൽ ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യത്തെ ആളായിരുന്നു. ജോസഫൈൻ രാജിവെച്ചിട്ടുള്ള വനിതാ കമ്മീഷൻ അംഗമായിരുന്നു. ഓക്കെ. സുഗതകുമാരി 1996 മുതൽ 1996 മുതൽ 2001 വരെയായിരുന്നു കാലഘട്ടം. 96-ലാണല്ലോ നമ്മുടെ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. 90-ൽ ഗൗരിയമ്മ ഒരു റിപ്പോർട്ട് പ്രമേയം അവതരിപ്പിച്ചെങ്കിലും ശങ്കർ ദയാൽ ശർമ്മ കനിഞ്ഞിട്ടാണ്. അങ്ങനെ നമ്മുടെ പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മ കനിഞ്ഞപ്പോഴാണ് 96-ൽ ഈ കേരള വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത് കേട്ടോ. അതൊക്കെ നോക്കി വെക്കുക. ഇനി താഴെ പറയുന്നവരിൽ ഏത് കാരണത്താലാണ് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നത്? എന്ത് കാരണത്താലാണ്? പാപ്പരായി തീർപ്പ് കൽപ്പിക്കപ്പെട്ടാൽ, ഔദ്യോഗിക പദവിയിലിരിക്കെ പ്രതിഫലം പറ്റുന്ന മറ്റേതെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടാൽ, ശാരീരികമോ മാനസികമോ ആയ ബലക്ഷയം മൂലം ഔദ്യോഗിക പദവിയിൽ തുടരാൻ സാധ്യമല്ലെന്ന് ബോധ്യപ്പെട്ടാൽ, സദാചാര അപഭ്രംശം ഉൾക്കൊള്ളുന്ന ഒരു കുറ്റത്തിന് അപരാധിയാണെന്ന് കണ്ടെത്തിയാൽ. അപ്പോൾ ഇതിൽ ഇതിലൊക്കെയാണ് പുറത്താക്കപ്പെടാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിലൊക്കെയാണ്? എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം ആൻസറാണ്. ഈ എല്ലാ സാഹചര്യത്തിലും നമ്മുടെ ഇൻഫർമേഷൻ കമ്മീഷനെ പുറത്താക്കാൻ ആർക്ക് പറ്റും? പ്രസിഡന്റിനെ പറ്റും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വേറെ ഒന്നുമില്ല. ഇൻഫർമേഷൻ കമ്മീഷനെ പറ്റിയിട്ട് എടുത്ത് നോക്കാം കേട്ടോ. ഇത് വീഡിയോ വെറുതെ നീട്ടണമെന്ന് വെച്ചിട്ടാണ്. വിവരാവകാശ കമ്മീഷനെ പറ്റി നോക്കുക. അല്ലെങ്കിൽ 2005-ലാണ് ആക്ട് വന്നത്, നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. നമ്മുടെ ദേശീയ വിവരാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആണെങ്കിൽ അത് ഹീരലാൽ സമരിയാണ്. ഇവിടുത്തെ വിവരാവകാശമല്ല പറഞ്ഞത്. വിവരാവകാശം ആണെങ്കിൽ വിവരാവകാശം ഹീരലാൽ സമരിയാണ് ദേശീയത്തിൽ.
ഇനി ഇവിടെ ആണെങ്കിൽ വി ഹരിനായർ കേട്ടോ, ഇവിടെ ആണെങ്കിൽ അത് വി ഹരിനായരാണ്. ഓക്കെ. അടുത്ത 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം അവസാന അപ്പീൽ അധികാരം താഴെ പറയുന്നവയിൽ ആർക്കാണെന്ന്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം അവസാന അപ്പീൽ അധികാരം താഴെ പറയുന്നവയിൽ ആർക്കാണ്? സുപ്രീം കോടതി, കേന്ദ്ര ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, ഹൈക്കോടതി. ആർക്കാണുള്ളത്? സുപ്രീം കോടതിക്കാണ് കേട്ടോ. ഫൈനൽ അപ്പീൽ അധികാര പരിധി ഉള്ളത് സുപ്രീം കോടതിക്കാണ്. ഇനി ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്ന വർഷം എന്നാണ്? നിലവിൽ വന്നത് 2020 ജൂലൈ 20 കേട്ടോ. ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2020 ജൂലൈ 20. നിലവിലെ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് ലിമിറ്റ് എത്ര പറയുന്നത്? ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് എത്ര രൂപ വരെ എടുക്കാൻ പറ്റും? 50 ലക്ഷം രൂപ വരെയാണ് കേട്ടോ. 50 ലക്ഷം രൂപ വരെ. സംസ്ഥാനമാണെങ്കിൽ അത് 50 ലക്ഷം മുതൽ 2 കോടി വരെയാവും. ഇനി നമ്മുടെ ദേശീയമാണെങ്കിൽ അത് 2 കോടിൻ്റെ മുകളിലായിരിക്കും എന്നും കൂടി ഓർത്തിരിക്കാം. അടുത്ത അംബേദ്കർ സോഷ്യൽ ഇന്നൊവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ മിഷൻ ASIIM ആരംഭിച്ചത് ഏത് മന്ത്രാലയമാണെന്ന്? അംബേദ്കർ സോഷ്യൽ ഇന്നൊവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ മിഷൻ ആരംഭിച്ച മന്ത്രാലയം ഏതാണെന്ന്? ട്രൈബൽ അഫയേഴ്സ്, എഡ്യൂക്കേഷൻ, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. ഏതാണ്? നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് മന്ത്രാലയമാണ് കേട്ടോ. സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് മന്ത്രാലയമാണ് നമ്മുടെ ഈ അംബേദ്കർ സോഷ്യൽ ഇന്നൊവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ മിഷൻ സ്ഥാപിച്ചത്. പട്ടികജാതി യുവാക്കൾക്കിടയിൽ പ്രത്യേക സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം. ഒരു സമന്വയ പ്രവർത്തനത്തിലൂടെ 2024 വരെ ശാസ്ത്ര സാങ്കേതിക ഡിപ്പാർട്ട്മെൻറ്റിനെ സ്ഥാപിച്ച ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ ഉപയോഗിച്ച് നൂതന ആശയങ്ങളെ പിന്തുണയ്ക്കുന്നു. നൂതന ചിന്താഗതിയിലുള്ള വിദ്യാർത്ഥികളെ ആത്മവിശ്വാസത്തോടെ സംരംഭത്വം സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഷനാണിത് കേട്ടോ. അപ്പം ഈ പട്ടികജാതി യുവാക്കൾക്ക് പ്രത്യേക സംരംഭത്വം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മിഷനാണിത്. ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് കമ്മിറ്റിയുടെ അണ്ടറിലാണ് ഇത് ഫോം ചെയ്തത്. അടുത്തത് മാത്സ് ആണല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ GK ക്വസ്റ്റ്യൻസ്. ബാക്കി മാത്സും ഇംഗ്ലീഷൊക്കെയാണ്. അത് നിങ്ങൾ എടുത്ത് വെച്ച് നോക്കുക കേട്ടോ. ഈ മാത്സൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോ. വേറൊരു മോഡൽ ടൈപ്പ് മാത്സ് ആണ്. ഇതൊക്കെ ചെയ്ത് നോക്കുക. നമ്മുടെ അസിസ്റ്റൻറ്റ് കമ്പൈലർ 2021 ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.